കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ മഹത്തായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ശ്രീ മഹാവിഷ്ണുവിന്റെ അനന്തശയനം എന്ന ഭാവത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് വെള്ളോമംഗലം സ്വാമിയാർ വലിയ വിഷ്ണു ഭക്തനായിരുന്നു. ഒരിക്കൽ ബാലൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെത്തി. ബാലൻ വളരെ ചാബല്യത്തോടെ പെരുമാറി. സ്വാമിയാർ ബാലനെ സഹിക്കാൻ കഴിയാതെ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ബാലൻ അപ്രത്യക്ഷനായി. പക്ഷേ പോകുന്നതിന് മുമ്പ് ബാലൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വീണ്ടും കാണണമെങ്കിൽ അനന്തകാട്ടിൽ വരിക. ഇതിലൂടെ സ്വാമിയാർക്ക് ബാലൻ സാധാരണ കുട്ടിയല്ല, മഹാവിഷ്ണുവാണ് എന്ന് മനസ്സിലായി. സ്വാമിയാർ അനന്തകാട് എന്ന വനപ്രദേശത്തെത്തി. അവിടെ മഹാവിഷ്ണു ഒരു മഹാവിപുലമായ രൂപത്തിൽ അനന്തശയനമായി കിടക്കുന്നതായി അദ്ദേഹം കണ്ടു. ആ ദിവ്യരൂപം അത്രയും വലുതായിരുന്നു. തല തിരുവല്ലം വരെ, നടു ക്ഷേത്രസ്ഥലം, പാദങ്ങൾ തൃപ്പാപ്പൂർ വരെ. സ്വാമിയാർ ഭയപ്പെട്ടു. പിന്നെ ദൈവത്തോട് അപേക്ഷിച്ചു, ദർശിക്കാൻ കഴിയുന്നത്ര ചെറുതാകണം. അപ്പോൾ മഹാവിഷ്ണു ഇപ്പോൾ ക്ഷേത്രത്തിൽ കാണുന്ന രീതിയിൽ ചുരുങ്ങി. തിരുവിതാംകൂർ രാജകുടുംബം ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. മാർത്താണ്ഡവർമ്മ രാജാവ് തന്റെ രാജ്യവും സമ്പത്തും മുഴുവനും ദൈവത്തിന് സമർപ്പിച്ചു. പിന്നീട് രാജാവ് പത്മനാഭദാസനായി രാജ്യം ഭരിച്ചു. ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. താഴെ നിരവധി രഹസ്യ അറകളുണ്ട്. അവയിൽ സ്വർണം, വജ്രം, ആഭരണങ്ങൾ തുടങ്ങിയവ വലിയ അളവിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വോൾട്ടുബി വളരെ രഹസ്യവും ഇതുവരെ തുറക്കാനാവാത്തതുമാണ്. ക്ഷേത്രം ഹിന്ദുമത വിശ്വാസങ്ങളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. അനന്തശയനത്തിന്റെ രൂപം സൃഷ്ടിയുടെ നിലനിൽപ്പിനെയും സമാധാനത്തിനെയും പ്രതിനിധീകരിക്കുന്നു. ഇവിടെ ദർശനം ചെയ്യുന്നത് പാപമോക്ഷത്തിനും സഹായകരമാണെന്ന് വിശ്വാസം. കർശനമായ വസ്ത്രധാരണ പാലിക്കണം. പുരുഷന്മാർ മുണ്ട് ധരിക്കണം. സ്ത്രീകൾ പരമ്പരാഗത വസ്ത്രം ധരിക്കണം.